നമസ്കാരം. അഭിനേതാക്കളുടെ സംഘടനയിലെ അംഗങ്ങളെ മാത്രമല്ല, കേരളത്തെ ആകെ ഞെട്ടിച്ച ചില വെളിപ്പെടുത്തലുകളാണ് ഇവർ ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കേട്ടത്. അമ്മയിലെ വിഴുപ്പലക്കൽ, നടിമാരുടെ ഈഗോ, അടിക്ക് തിരിച്ചടി, ഇങ്ങനെ പലവിധ തലക്കെട്ടുകളിൽ ആരോപണ പ്രത്യാരോപണങ്ങളെ വാർത്തയാക്കി അമ്മയിലെ ഈ പ്രശ്നങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് മാധ്യമങ്ങളും അല്ലാതെ കാഷ്വൽ ടോക്കിലും ഒക്കെ ആളുകൾ എത്തിച്ചിട്ടുണ്ടാവും. ഏറ്റവും അവസാനമാണ് അൻസിബയുടെയും പാർവതിയുടെയും നേതൃത്വത്തിൽ നടത്തിയ ഈ പ്രതികരണം, വാർത്താ സമ്മേളനം. ഇതുപോലും അതിൻ്റെ തുടർച്ചയായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടാകാം. നമ്മൾ ഇതൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കില്ലേ എന്ന് വിചാരിച്ച് അത് അവരുടെ ഇതാണെന്ന് പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. ഈ വിഴുപ്പലക്കൽ ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യില്ല എന്നൊരു ചാനൽ പ്രഖ്യാപിക്കുക പോലും ചെയ്ത് അതിൻ്റെ ചെലവിൽ മുന്നോട്ട് പോകാൻ ശ്രമിച്ചത് നമ്മുടെ ഓർമ്മയിലുണ്ടാവും. എന്നാൽ ഇതൊരു വിഴുപ്പലക്കൽ അല്ല എന്ന് ഇന്ന് തെളിയിക്കപ്പെട്ടു. കേരളത്തിൻ്റെ സാമൂഹ്യ ശ്രദ്ധ ലഭിക്കേണ്ട ഒരു പ്രശ്നമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ശ്വേതാ മേനോന്റെ നേതൃത്വത്തിൽ അമ്മ എന്ന സംഘടനയിൽ നടക്കാനിരിക്കുന്ന ഞെട്ടിക്കുന്ന നീക്കങ്ങൾ വെളിപ്പെടുത്തപ്പെടുകയാണ്. അൻസിബ ഹസൻ, മാല പാർവതി, ഉഷ ഹസീന, മായ വിശ്വനാഥ് എന്നിവരുടെ നേതൃത്വത്തിൽ വാർത്താ സമ്മേളനം നടത്തി ആ നീക്കത്തിന് സമൂഹത്തിന് മുന്നിലേക്ക് ആ നീക്കം വെച്ച് പൊളിച്ചു കൊടുത്തു. ഇന്നത്തെ ആ വാർത്താ സമ്മേളനവും അതിൻ്റെ പ്രത്യാഘാതങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത്. ആദ്യം AMMA ജനറൽ ബോഡിയിൽ രാജിവെച്ച് പുറത്തു വന്ന് പ്രസിഡന്റായിരുന്ന ശ്വേതാ മേനോൻ അന്ന് നടത്തിയ ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ, അതൊന്ന് കേൾക്കാം. ഞാനും എൻ്റെ കമ്മിറ്റിയും റിസൈൻ ചെയ്തിട്ടുണ്ട്. ഞാൻ പേഴ്സണലി ശ്വേതാ മേനോൻ എന്ന അമ്മ എന്ന മെമ്പർഷിപ്പ് ഞാൻ ഇവിടെ റിസൈൻ ചെയ്യാണ്. ക്ലിയർ ആണല്ലോ. രാജി എവിടെയാണ് പ്രഖ്യാപിച്ചത്? ജനറൽ ബോഡി യോഗത്തിൽ. അതും ശ്വേത പറയുന്നുണ്ട്. ഒപ്പം ലക്ഷ്മിപ്രിയ, ടിനി ടോം തുടങ്ങി ശ്വേതാ മേനോന്റെ വൻ സംഘം തന്നെ പുറത്തിറങ്ങി അവർ പലരും ഞങ്ങളൊക്കെ അതിൻ്റെ കൂട്ടത്തിലാണ് എന്ന് പറഞ്ഞു. എന്നാൽ അതിന് പിന്നാലെ അൻസിബയ്ക്കെതിരെ ആ നേതൃത്വം നടത്തിയ നീക്കങ്ങൾ ഓരോന്നായി പുറത്തു വന്നു. കേസായി, കൂട്ടമായി, വിദ്വേഷ പ്രചരണത്തിൻ്റെ വകുപ്പിൽ മൊത്തം പേരും കുടുങ്ങും എന്ന ഘട്ടമായി. ഒപ്പം കമ്മിറ്റി നടത്തിയ സാമ്പത്തിക വിനിമയം പിടിക്കപ്പെടും എന്നതും ചർച്ച ചെയ്യപ്പെട്ടു. ജനറൽ ബോഡിയിൽ രമേശ് പിഷാരടിയുടെ നേതൃത്വത്തിൽ അഡ്ഹോക്ക് കമ്മിറ്റി പ്രഖ്യാപിച്ചു. പിഷാരടി ശ്വേതയുമായി സംസാരിച്ചു. ശ്വേത ആ ഫോൺ സംഭാഷണം പുറത്ത് ചോർത്തി നൽകി പിഷാരടി എന്ന ജനപ്രതിനിധിയെയും ആ കമ്മിറ്റി ഒന്നാകെയും അപമാനിച്ചു. ശ്വേതയും പിഷാരടിയും എങ്ങനെയുള്ള ആളുകളാണ് എന്ന് നാട്ടുകാർക്ക് അപ്പോഴാണ് മനസ്സിലായത്. തൊട്ടു പിന്നാലെ ശ്വേത വന്ന് ഞാൻ രാജിവെച്ചിട്ടില്ല എന്നങ്ങ് പ്രഖ്യാപിച്ചു. അപ്പോൾ പിഷാരടി ആരായി? ഉടൻ പിഷാരടി എന്നാൽ പിന്നെ ഞാൻ രാജിവെച്ചേക്കാം എന്ന് പറഞ്ഞ് രാജിവെച്ചിട്ടങ്ങ് പോയി. ഇത്രയുമാണ് നമ്മൾ കണ്ട കഥ. എന്നാൽ എന്താണ് ഈ കോളിടക്കങ്ങളുടെ എല്ലാം അന്തർധാര? കേട്ടുകേൾവിയല്ലാതെ മറ്റൊന്നും പുറം ലോകത്തിന് കാര്യമായി അറിയില്ലായിരുന്നു. എന്നാൽ പാർവതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ തെളിവ് സഹിതം പുറത്തുവിട്ട വിവരങ്ങൾ സംഗതി വെറും ഈഗോയല്ല, വിഴുപ്പലക്കലല്ല എന്ന് തെളിയിക്കപ്പെടുന്നതാണ്. ശ്വേതാ മേനോൻ്റേത് ചില്ലറ കളിയല്ല എന്ന് പ്രഖ്യാപിക്കുന്നത് കൂടിയായിരുന്നു. അവർ നാട്ടുകാരോട് പറഞ്ഞ 3 കാര്യങ്ങൾ, ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ 3 കാര്യങ്ങൾ നമുക്ക് നോക്കാം. 1. അദാനി ഗ്രൂപ്പിൽ അമ്മയ്ക്ക് 15 കോടി വാഗ്ദാനം ചെയ്തു എന്ന കാര്യമാണ്. ശ്വേതാ മേനോന്റെ ബലത്തിലാണത്രേ ഈ പണം അങ്ങോട്ട് വരുന്നത്. ലക്ഷ്മിപ്രിയ നേരത്തെ നൽകിയ അൻസിബയ്ക്കെതിരെ നടത്തിയ കുപ്രസിദ്ധമായ അഭിമുഖത്തിൽ ഈ കാര്യം പറഞ്ഞിരുന്നു. അന്ന് അവർ പറഞ്ഞത് ഈ പണം അദാനി നൽകിയാൽ AMMയ്ക്ക് ലഭിച്ചാൽ അതോടെ ശ്വേതാ മേനോൻ അമ്മയുടെ പ്രസിഡന്റായി എക്കാലത്തേക്ക് മാറും, ഇന്നസെന്റിനെ പോലെ അവസാന കാലം വരെ മാറും എന്നാണ്. അതിനെതിരെയാണ് ഇപ്പോൾ നീക്കം നടത്തിയത് ഈ സംഘടനയിലെ ചില ആളുകൾ എന്നാണ് അവർ പറഞ്ഞത്. BJPയുടെ നേതൃത്വത്തിൽ അദാനി വഴി ശ്വേതാ മേനോന്റെ ബലത്തിൽ അമ്മയെ ഹൈജാക്ക് ചെയ്യാൻ നടത്തിയ ശ്രമമാണോ ആ പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ വാഗ്ദാനം? ആ സംശയം ബലപ്പെടുത്തുന്ന തെളിവാണ് ഇന്ന് പാർവതി ഹാജരാക്കിയത്. പിന്നെ ഇതിലൊരു വലിയൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയാമോ? 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവരുടെ കുറെ പരിപാടികളുണ്ട്, ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാൻ, വീട് വെച്ച് കൊടുക്കാൻ, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപം കാണിക്കുന്നു. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ഇവരുടെ കയ്യിലുള്ളത്? അല്ലെങ്കിൽ സാധാരണ അമ്മ ഒരു ഷോ നടത്തും, അതിൽ നിന്നുള്ള പൈസ വെച്ചാണ് ചെയ്യുന്നത്. ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. അവർക്ക് അമ്മയുമായിട്ട് എന്താണ് ബന്ധം എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾക്ക് മൾട്ടിനാഷണൽ കമ്പനിയുടെ 15 കോടി രൂപ ആവശ്യമില്ല എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം. സംസ്ഥാന നേതാവാണ്, മുൻ കൗൺസിലറാണ് ശ്രീമതി പത്മജ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് പണമുണ്ട്, അത് വരുന്നത് BJP വഴിയാണോ എന്നാണ് ചോദ്യം. ഇനി ഈ 15 കോടി കിട്ടും എന്ന് പറയുന്ന പണമാണല്ലോ. അതുകൂടാതെ 2 കോടി രൂപ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ ഉണ്ടാക്കി കൊടുക്കാൻ ശ്വേതാ മേനോൻ വാങ്ങിയതാണത്രേ. ബാബുരാജ് ജനറൽ ബോഡി യോഗത്തിൽ ആരോപണം ഉന്നയിച്ചത് അങ്ങനെയാണ്. അതിനെ തുടർന്നാണ് അവർ പരിപാടി അവസാനിപ്പിച്ചു പോയതും രാജിക്കത്ത് നൽകിയതും. ഇതുവരെ ശ്വേതാ മേനോൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകിയിട്ടില്ല. ഒരു പ്രത്യേക പാർട്ടിയിൽ നിന്നും 2 കോടി രൂപ വാങ്ങിയില്ലേ? ഇത് ജനറൽ ബോഡി സീരിയസ് ആയിട്ട് എടുത്തൊരു ആരോപണമൊന്നുമല്ല. പിറ്റേ ദിവസം ലക്ഷ്മിപ്രിയ പറയുമ്പോഴാണ് നമ്മൾ ഇത് ഇത്ര ഗൗരവം ഉണ്ടായിരുന്നു എന്ന് ആലോചിക്കുന്നത്. അപ്പോൾ ഇവര് ഇറങ്ങി ഓടി അവിടുന്ന്. എന്തിനാണ് ഓടുന്നത്?
നമ്മളോടൊരു അനാവശ്യമായ ആരോപണം പറഞ്ഞാൽ തിരിഞ്ഞു നിന്ന് താൻ ആരോടൊന്നല്ലേ തിരിച്ചു ചോദിക്കാം. അടുത്തത് ശ്വേതയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിലെ മുസ്ലിമായ ഒരു സ്ത്രീക്കെതിരെ, അൻസിബയ്ക്കെതിരെ അവർ അഭിപ്രായം പറയുന്നത് ഇല്ലാതാക്കാൻ തീവ്രവാദി ആരോപണം ഉന്നയിച്ചു എന്ന ആരോപണമാണ്. അതായത് ക്ഷേത്രത്തിൽ നിന്ന് അമ്മയുടെ ഫണ്ടിലേക്ക് പണം വാങ്ങുന്നു, അദാനി കമ്പനിയിൽ നിന്ന് പണം വാങ്ങുന്നു. അതിന് പിന്നിൽ BJP നേതാക്കളുടെ ഇടപെടൽ പരസ്യമായി തന്നെ അവരുടെ പ്രഖ്യാപനത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അമ്മയുടെ ചാരിറ്റിക്ക് വേണ്ടിയാണ് എന്ന് അവർ പറയുന്നു. ഇത്രയും കാലം ചാരിറ്റിക്കായി വളരെ ഈസിയായി അമ്മയിലെ താരങ്ങൾ താരനിശ നടത്തി ഉണ്ടാക്കിയതാണ് പണം, കണ്ടെത്തുകയാണ് പണം. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ പുറത്തു നിന്നൊരാൾ ഔദാര്യപൂർവ്വം ശ്വേതയുടെ റിസ്കിൽ എന്ന് പറഞ്ഞ് 15 കോടിയും അമ്പലത്തിലെ കാണിക്ക പണവും എല്ലാം ചേർത്ത് അമ്മയിലേക്ക് നിക്ഷേപിക്കുമ്പോൾ ആ സംഘടന എന്തുമാത്രം പണയപ്പെടുത്തിയ സ്ഥിതിയിലാകും? ഇത് ചോദ്യം ചെയ്യപ്പെട്ടു. ചോദ്യം ചെയ്തവരിൽ പ്രധാനി അൻസിബ ഹസനായിരുന്നു. നമ്മുടെ സംഘടനയിലേക്ക് അമ്മാതിരി ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അമ്മാതിരി സംഭാവന നമ്മൾ സ്വീകരിക്കണോ എന്നവർ ചോദിച്ചു. അവരെ ഉടനെ പുകച്ചു പുറത്തിയാടിക്കാൻ തീവ്രവാദി, വർഗീയവാദി, ജിഹാദി പ്രചരണം ആരംഭിച്ചു അത്രേ. ഇത്രയും കാലം ടിനി ടോം പറഞ്ഞു എന്ന ആരോപണമാണ് നമ്മൾ കേട്ടിരുന്നത്. അത് തമാശയ്ക്കാണെന്നാണ് ടിനിയുടെ ആളുകൾ പറഞ്ഞിരുന്നത്. പരാതി നൽകി കേസെടുത്തു എന്നതുവരെ കാര്യങ്ങൾ എത്തിയുള്ളൂ. എന്നാൽ അമ്മ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ശ്വേത തന്നെ വലിയ ഗൂഢാലോചനയാണ് ഇക്കാര്യത്തിൽ നടത്തിയത് എന്നാണ് പാർവതി വാർത്താ സമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത്. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഷൂട്ടിംഗ് സെറ്റിൽ നോമ്പ് മുറിച്ച അൻസിബയുടെ മുൻ അനുഭവം വെച്ച് ആ സംഭവത്തെ ഈ കാലത്ത് മറ്റുള്ളവരെ മതം മാറ്റുന്നതിന് വേണ്ടി അവർ നീക്കം നടത്തി, അതിനുവേണ്ടി ആളുകളെ പ്രലോഭിച്ചു, 4 പേരെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണമായി അവർ ഇപ്പോൾ അവതരിപ്പിക്കുകയാണത്രേ. എന്നിട്ട് ആ കാലത്തെ ആ സംവിധായകനെയും മാധ്യമങ്ങൾക്ക് മുന്നിൽ രംഗത്തിറക്കി. ഒരു സിനിമാ നടി തട്ടമിടാത്ത, ഒരു തരത്തിലും ജാതിമതങ്ങളൊന്നുമില്ല, അമ്പലത്തിൽ വരെ പോകുന്ന ഒരു മലപ്പുറംകാരി മുസ്ലിം, അവളവിടെ മത പരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നു എന്നൊരു കഥ ഒരു സിനിമയായിട്ട് വന്നാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ നന്നായി ഓടും. ഈ കഥയാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നതെന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാൻ ഇത് വളരെയധികം എതിർത്തത്. ഇത് പറയരുതെന്നും പറയണ്ടെന്നും വിചാരിച്ച് തന്നെയാണ് ഇരുന്നത്. അത് മറ്റു കാര്യങ്ങളിലൂടെ പുറത്തു വന്നുകൊണ്ടേയിരുന്നു. ഇത്തരം ആരോപണങ്ങളുടെ പുകമറകൾ ഉണ്ടാക്കി പ്രചരണം നടത്തി ജനറൽ ബോഡി യോഗത്തിൽ വന്ന് അൻസിബയെ പുറത്താക്കുക. അങ്ങനെ ഈ അദാനി ക്ഷേത്ര ഫണ്ടുകൾ ലഭ്യമാക്കുന്നതിനും അത് ശ്വേത മേനോൻ വഴി ലഭ്യമാക്കുന്നതിനുള്ള നീക്കങ്ങളും വിജയിപ്പിച്ചെടുക്കുക. എന്നാൽ സംഭവിച്ചത് എന്താണ്? ഞങ്ങൾക്ക് മാത്രമായി ഈ ഉത്തരവാദിത്തങ്ങൾ തരൂ, അൻസിബയെ പുറത്താക്കൂ, അൻസിബയെ പുറത്താക്കൂ. ആദ്യത്തെ ദിവസം വന്നപ്പോൾ അവരുടെ ബോഡി ലാംഗ്വേജ് അൻസിബയെ പുറത്താക്കാൻ വേണ്ടിയുള്ളതായിരുന്നു. അൻസിബ പുറത്തായില്ല എന്ന് മാത്രമല്ല, അൻസിബയുടെ സംസാരത്തിൽ മുഴുവൻ ജനറൽ ബോഡി അംഗങ്ങളും അൻസിബ പറഞ്ഞത് മനസ്സിലാക്കി അൻസിബയുടെ കൂടെ നിന്നുള്ളതാണ് സത്യം. ഇങ്ങനെ ശ്വേത പറയാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ സിനിമയിൽ നിന്നേ പുറത്താക്കി കളയും എന്ന് പറഞ്ഞ് പാർവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ശ്വേത മേനോൻ എന്നാണ് അവർ പറയുന്നത്. അൻസിബയുടെ വിഷയം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് അവർ 4 പേരെ കൺവേർട്ട് ചെയ്യാൻ നോക്കി. അപ്പൊ ഞാൻ പറഞ്ഞു, ശ്വേത എന്ത് സംസാരിക്കുന്നത്? അങ്ങനെ സംസാരിക്കല്ലേ, അങ്ങനെ സംസാരിക്കരുത്. അല്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ മറ്റത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് യൂഷ്വൽ ഇവരുടെ ഒരു സംഭവം തുടങ്ങി. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഒരു ചെറിയ തർക്കം ഉണ്ടാവുകയും ഞാൻ പറഞ്ഞു, ഇതൊരു സാമൂഹ്യ വിഷയമാണ്, ഇത് അമ്മയുടെ വിഷയമല്ല, ഇത് ഞാൻ പുറത്ത് പറയും നിങ്ങൾ ഇങ്ങനെ തുടങ്ങുകയാണെങ്കിൽ എന്ന് പറഞ്ഞപ്പോ എന്നോട് അവര് പറഞ്ഞത്, നിങ്ങൾ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല, യു വിൽ ബി ഔട്ട് ഓഫ് ദിസ് ഇൻഡസ്ട്രി. ചേച്ചി, ഐ എം ടെലിംഗ് യു ബിക്കോസ് ഐ ലവ് യു, യു ഡോണ്ട് നോ വാട്ട് യു ആർ ഗെറ്റിംഗ് ഇൻ ടു, പ്ലീസ് സ്റ്റേ away. And I know when you decide on something, you get into this one track and you crash land. So you don't know what you are getting into. I am asking you to stop. Do not interfere in Ansiba's issue. എന്താണ് ആ വരിയുടെ അർത്ഥമെന്ന് വളരെയധികം ആലോചിച്ചതിന് ശേഷമാണ് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ എന്ന് പറയുന്ന വ്യക്തിയെ ഞാൻ ഫോൺ ചെയ്യുന്നത്. എന്താണ് അവിടെ നടന്നതെന്ന് പറഞ്ഞപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തൽ വേണ്ടാതെ, ഒരു സംശയത്തിനിടയില്ലാതെ 2023 നടന്ന ഒരു സിനിമയുടെ കാര്യം അദ്ദേഹം പറയുകയാണ്. അവിടെ വെച്ച് അൻസിബ ഒരു നോമ്പെടുത്തു എന്നും അതിനോടൊപ്പം ഈ അദ്ദേഹത്തിന്റെ മകനായ അഭിനയിക്കാൻ വന്നതോ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അദ്ദേഹത്തിന്റെ സംവിധായകൻ എന്നെ വളരെയധികം മോശമായി പറയുന്നുണ്ട്, അവിടെ ഒരു നോമ്പ് തുറന്നുവെന്നും. അത്രയും മാത്രം നടന്ന ഒരു കാര്യത്തിനെ 2026 ഇവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഒരു വാട്സ്ആപ്പ് ചാറ്റിൽ ഭീഷണിയുടെ സ്വരത്തിൽ ഉപയോഗിച്ചത് എന്തിനാണ് ടിനി ടോം? നിൽക്കക്കള്ളിയില്ലാതെ ശ്വേത മേനോനും കൂട്ടരും രാജ്യം പ്രഖ്യാപിച്ച് രാജ്യം വെച്ചങ്ങ് പോയി. അവിടെയാണ് ടേണിംഗ് പോയിന്റ് ഉണ്ടായത്. കാരണം AMMയിൽ ഇങ്ങനെയൊരു വലിയ നീക്കം നടത്തുന്നത് ശ്വേത മേനോന്റെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ലല്ലോ. ആരെങ്കിലും ഈ നീക്കം ഫലവത്താകുന്നതും കാത്ത് പിന്നിൽ ഇരിപ്പുണ്ടാകുമല്ലോ, മറ്റൊരു ശക്തി ഉണ്ടാകുമല്ലോ. അവർക്ക് കൊടുത്ത വാക്ക് പാലിക്കണ്ടേ? അവർ വെറുതെ വിടുമോ? അവരുടെ സമ്മർദ്ദം മൂലമാകാം ശ്വേത മേനോൻ ഇപ്പോൾ രാജിയില്ല എന്ന പ്രഖ്യാപനവുമായി എത്തിയത് എന്നാണ് ആരോപണം. ഏറ്റെടുത്ത പദ്ധതി പൂർത്തീകരിക്കാനാണോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യവും. തിരിച്ചു വന്നിട്ട് പൂർത്തീകരിക്കാൻ. രസകരമായ കാര്യം, അവരുടെ ഈ സ്വാധീനം, പിന്നണിയിലെ സ്വാധീനം പോലീസ് ഫോഴ്സിൽ പോലും ഉണ്ടായി എന്നതാണ്. നേരത്തെ നമ്മളൊരു വീഡിയോയിൽ അൻസിബയുടെ അഡ്വക്കേറ്റിനെ ഉദ്ധരിച്ച് ഈ കാര്യം വിശദീകരിച്ചാണ്.
തനിക്കെതിരായി നടത്തിയ വിദ്വേഷ പ്രചരണത്തിൽ പരാതി കൊടുത്തിട്ട് FIR ഇടുമെന്ന് ആഭ്യന്തരമന്ത്രി വാക്കാൽ പറഞ്ഞിട്ട് പോലും അത് ചെവിക്കൊള്ളാത്ത പോലീസ് ആരുടെ ചട്ടുകമാണ് എന്ന് അൻസിബ ചോദിക്കുന്നുണ്ട് ഈ വാർത്താ സമ്മേളനത്തിൽ. ഒരു സ്റ്റേറ്റിന്റെ ആഭ്യന്തരമന്ത്രി വിളിച്ചു പറഞ്ഞിട്ട് പോലും FIR ഇടാൻ പറ്റാത്ത പോലീസ് സ്റ്റേഷനാണോ കേരളത്തിലുള്ളത്? അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു, കേരളത്തിലുള്ള പോലീസ് സ്റ്റേഷനുകൾ എല്ലാം ഇങ്ങനെയാണോ ഇങ്ങനെയല്ലേ എന്ന് നമ്മൾ തീർച്ചയായിട്ടും അറിയണം. ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ നടക്കുന്നുണ്ട്. എനിക്ക് ആഭ്യന്തരമന്ത്രിയോടുള്ള റിക്വസ്റ്റ് ആണ്. ശ്വേതയുടെയും സംഘത്തിന്റെയും നീക്കം പൊളിക്കും മട്ടിലുള്ള വെളിപ്പെടുത്തലാണ് ഇവർ നടത്തിയത്. സമവായം ഉണ്ടാക്കാൻ പോയ പിഷാരടിയും സംഘവും അപമാനിക്കപ്പെട്ടെടുത്താണ് അതേ ശ്വേത ടീമിനോട് മുട്ടി ഒരു സംഘം സ്ത്രീകൾ കരുത്ത് തെളിയിച്ച് രംഗത്ത് നിൽക്കുന്നത്. അപ്പോഴാണ് ശ്വേതാ മേനോൻ അവസാനത്തെ അടവെടുത്തത്. ഇനി രക്ഷയില്ല എന്ന് കണ്ട് തിരിച്ചറിഞ്ഞ് എനിക്ക് മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പിന്തുണയുണ്ട് എന്ന അടവ് അവർ തുടരാൻ എന്നോട് ആവശ്യപ്പെട്ടു എന്നാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ പറയുന്നത്. ഈ സംഭവത്തിൽ സ്വന്തം നിലപാടുകൾ പറയാനോ നടപ്പാക്കുന്നതിന് ഇടപെടാനോ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഉത്തരവാദിത്വമുണ്ട്, അവകാശവുമുണ്ട്. എന്നാൽ ഒരു മുസ്ലിം പെൺകുട്ടിയെ മുന്നിൽ നിർത്തി ഒരു വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യങ്ങൾ നടപ്പാക്കാനും അമ്മ എന്ന താരസംഘടനയെ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകാനും നീക്കം നടന്നു. ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് ഒരു സംഘം നടിമാർ വന്ന് ഗൗരവപൂർവ്വം ആരോപണം ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം നേതൃത്വം നൽകുന്ന ശ്വേതാ മേനോൻ എന്ന നടി പ്രഖ്യാപിക്കുകയാണ് എൻ്റെ പിന്നിൽ അവർ രണ്ടുപേരുണ്ട് എന്ന്. ആര്? മമ്മൂട്ടിയും മോഹൻലാലും. സുരേഷ് ഗോപി ഉണ്ടോ ഇല്ലയോ എന്നത് അവർ പറയില്ല, കാരണം മൂപ്പരെന്തായാലും ഉണ്ടാവുമല്ലോ. മൂപ്പരുടെ പാർട്ടിയുടെ പിന്തുണയോടെയാണ് ശ്വേതയും സംഘവും ഈ നീക്കമെല്ലാം നടത്തുന്നത് എന്നാണല്ലോ ആരോപണം. ഇത് ഗൗരവമുള്ള സാഹചര്യമാണ്. സംഘടനയുടെ നേതൃത്വത്തിലിരിക്കുന്ന സാമ്പത്തിക ആരോപണം നേരിട്ട സംഘം പിന്നീട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി നീക്കം നടത്തിയെന്ന ആരോപണം നേരിട്ട സംഘം സ്വന്തം സഹപ്രവർത്തകയെ ജിഹാദി എന്നും മതം മാറ്റത്തിന് നേതൃത്വം കൊടുക്കുന്നവൾ എന്നും പ്രചരിപ്പിച്ചതായി തെളിവ് സഹിതം ആരോപണം നേരിട്ട സംഘം ഇപ്പോൾ ഞങ്ങൾ രാജിവെച്ചില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ അത് നിഷ്കളങ്കമാണ് എന്ന് കരുതേണ്ടതുണ്ടോ? തിരിച്ചു വരാനുള്ള നീക്കം മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും ചുമലിൽ ചാരിയാണ് നടത്തുന്നത് എന്നത് അവരെ സംബന്ധിച്ചും ഉത്തരവാദിത്വം വർദ്ധിപ്പിക്കുന്നു. ഈ ഘട്ടത്തിൽ പരസ്യമായിട്ടോ രഹസ്യമായിട്ടോ സംഘടനാ തലത്തിലോ എങ്ങനെയായാലും ഈ ഗുരുതരമായ പ്രശ്നത്തെ അവർ നേരിട്ടിടപെട്ട് പരിഹരിക്കേണ്ടത് കുറച്ച് സിനിമാക്കാരുടെ മാത്രം ആവശ്യമല്ലാതായി മാറിയിരിക്കുന്നു. ഒപ്പം ചില മാധ്യമങ്ങളുടെ ഇതെല്ലാം വിഴുപ്പിളക്കലും ഈഗോയും തമ്മിൽ തല്ലുമാണ് എന്ന നരേറ്റീവുകൾ തെറ്റാണ് എന്നും തെളിയുന്നു. ആ പറയുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് പ്രത്യേകം പറയണ്ടല്ലോ. സമൂഹം ഒന്നാകെ ഒരു വിപത്തിനെ നേരിടേണ്ട സാഹചര്യം രൂപപ്പെടുകയാണ്. സിനിമ വഴി ഉത്തരേന്ത്യൻ മോഡലിലുള്ള കേരള സ്റ്റോറികൾ രചിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത എല്ലാവർക്കും ഉണ്ടാകട്ടെ. നന്ദി, നമസ്കാരം.